അപ്പൊ എന്താണ് ഷൈൻ, അപ്പൊ സിനിമയൊക്കെ റിലീസായി ഭയങ്കര ഹാപ്പി സീനല്ലേ? നല്ല അടിപൊളിയാണ്. അതല്ലേ, മൊത്തത്തിലെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടല്ലോ, രസമാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് നാളത്തെ ഒരു വെയിറ്റിങ്ങിന് ശേഷം ഇതേപോലത്തെ ഒരു ചെറിയ ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്തിട്ട് അത് ഈ തരത്തിൽ സ്വീകരിക്കപ്പെടുമ്പോ അല്ലേ? പിന്നെ അത് നമ്മള് ഷൂട്ട് ചെയ്ത വളരെ കുറച്ച് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്ത്, അത് കഴിഞ്ഞ് ഇത്രയും നാള് അതിന്റെ വർക്കും പരിപാടികളും. ഓൾമോസ്റ്റ് ഒരു വർഷം നമ്മൾ വെയിറ്റ് ചെയ്തില്ല സിനിമയ്ക്ക് വേണ്ടി. കഴിഞ്ഞ നോയമ്പിനെ എടുത്തു, ഈ നോയമ്പും കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്യണം. അപ്പൊ ഒരു വർഷം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. ഇറങ്ങി കഴിഞ്ഞ ഒരുപാട് ആളുകൾ മറ്റേ ഫോൺ ചെയ്യലും മറ്റേ പുതിയ സിനിമകളുടെ അവസരങ്ങളും. പുതിയ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എന്താ പറയാ, എനിക്കാണ് കൂടുതൽ ഷെയ്ൻ്റെ കോൾസിന്റെ എൻക്വയറി വരുന്നത്. എന്നെ ആളുകളെ വിളിച്ചിട്ട് നമ്മള് ഒരുമിച്ച് ഒരു മറ്റേ ഒരു പരിപാടിക്ക് പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ അനിലേട്ടാൻ പറഞ്ഞില്ല, അതായത് എന്നെ ആളുകളെ വിളിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ആദ്യം ഒരു നല്ല അഭിപ്രായമൊക്കെ പറയും. സിനിമ കണ്ട് എനിക്ക് തോന്നുന്നു വിളിച്ചതിൽ 100% ആളുകൾ ഹാപ്പിയാണ് സിനിമ കണ്ടിട്ട്. എനിക്ക് അതാണ് ഏറ്റവും സന്തോഷം. അതായത് അവർക്ക് എന്താ പറയാ, വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഹാപ്പിയാണ്. കുറച്ച് ആളുകൾ വിയോജിപ്പുകൾ പറഞ്ഞു, ഇപ്പോ മറ്റേ പടത്തിന്റെ എൻഡിങ്ങിന്റെ കാര്യം അല്ലെങ്കിൽ ആ ടൈലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അത് ചോദിക്കുമ്പോഴും രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവർ പടം കണ്ട് ഹാപ്പിയാണ്. അവർക്ക് ആ ഒരു ഇമോഷൻ കിട്ടിയത് കൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. എന്നോട് ഒരു സുഹൃത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. അതായത് ആ സിനിമ കണ്ടിട്ട് അവർക്ക് മതിയായില്ല എന്നുള്ളേ, മതിയാകാത്തത് കൊണ്ടിട്ടാണ് ഈ ചോദ്യം വരുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഹാഫ് നമ്മളിങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഫസ്റ്റ് ഹാഫ് എന്താണ് സിനിമ തുടങ്ങാൻ തന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞല്ലോ, പിന്നെ സെക്കൻഡ് ഹാഫ്. ഞാൻ പറയാം അതൊരു വിജയമല്ല ശരിക്കും. അതെ, ആരെയും ഒരു സീനിലും ബോറടിപ്പിച്ചിട്ടില്ല. അവർ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയി. അതാണ് ഭയങ്കര ഷോർട്ട് ലെങ്ത്തും ആണ്. പക്ഷെ എന്നാൽ നമ്മൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഭയങ്കര സിമ്പിൾ ആണെങ്കിൽ ആൾക്കാർക്ക് ആ സിംപ്ലിസിറ്റിയും അല്ലെങ്കിൽ അതിലുള്ള ചെറിയ ഇമോഷൻസ് എല്ലാം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്നോട് പല സുഹൃത്തുക്കളും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളെ പോലെയുള്ള ആളുകളുടെ അടുത്ത് ഇൻഡസ്ട്രിയിൽ എന്താ ഒരുപാട് സിനിമകൾ ചെയ്യാൻ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പുതിയ ആളുകളുണ്ട്, ഒരുപാട് നല്ല തിരക്കഥാകൃത്തുകളുണ്ട്. പക്ഷെ ഒരു സിനിമ പ്രൊജക്റ്റ് ആകുക എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇപ്പൊ അടിസ്ഥാനപരമായിട്ട് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ചുരുങ്ങിയത് ഒരു താരം വേണം സിനിമയിൽ. ആകെ ഈ പറയുന്ന നമുക്ക് കുറച്ച് താരങ്ങളേ ഉള്ളൂ, അവർക്ക് സാറ്റലൈറ്റ് റൈറ്റ്സ് ഉള്ളൂ. അപ്പൊ താരമില്ലാണ്ട് സിനിമ നടക്കില്ല എന്നുള്ള ഒന്ന്. പിന്നെ ചുരുങ്ങിയത് 2 കോടി രൂപയാണ് സിനിമ ചെയ്യാൻ, മലയാള സിനിമ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബ്രേക്ക് ചെയ്തൊരു സിനിമയാണ് സത്യം. അല്ലേ? കുറെ പുതിയ ആൾക്കാരും പിന്നെ വിനയചേട്ടനൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പറയാനൊരാളുണ്ട് വെച്ച് കഴിഞ്ഞാൽ ആരാണ് വേറെ പടത്തില്ല. അപ്പൊ വിനയ് ഫോട്ടോ ഉണ്ടാകുന്ന നോക്കുമ്പോ അതൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു പരിപാടിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നണ ഏറ്റവും വിനയേട്ടൻ്റെ ഞാൻ കണ്ട പടങ്ങളിൽ വെച്ച് ഏറ്റവും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. വെച്ചാൽ ഷൂട്ട് സമയത്ത് പോലും എനിക്ക് അങ്ങനെ, പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ലെവലായി പോയി. അത് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര എന്താ പറയാ, ഭയങ്കര പെർഫോമൻസിന്റെ അപ്പുറത്തേക്ക് ക്യാരക്ടറിനോട് ഭയങ്കര ഡിഫൈൻ ചെയ്ത് എല്ലാ അയാൾ എന്താ ചിന്തിക്കണം അല്ലെങ്കിൽ എല്ലാ മുഖത്തെ എല്ലാ പരിപാടിയും കിട്ടുന്ന രീതിയിലായിരുന്നു. എനിക്ക് തോന്നുന്നു അത് നമുക്ക് കിട്ടിയൊരു ഒരു സ്വാതന്ത്ര്യം. സത്യമാണ്. ഷാനവാസ്ക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് നമ്മളെ ഇട്ടിട്ട് ആ ഒരു ഫ്രീഡം തന്നതുകൊണ്ടും നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രഷറൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് തോന്നിയിരിക്കുന്ന വിജയനോടാണ്. കാര്യം ഷെയ്ന ഓൾറെഡി ഷാനവാസ് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നതും അല്ലെങ്കിൽ മൊത്തം ക്യാരക്ടർ ഡീറ്റെയിലിങ്ങും അല്ലെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് എനിക്ക് ഷാനവാസിനേലും കൂടുതൽ വിജയൻ ചേട്ടന അല്ല ശരിയാണല്ലോ. ഏറ്റവും കൂടുതൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരുന്ന വിജയേട്ടനായിരുന്നു. ഷാനവാസ് ജഡ്ജ്മെന്റ്. പക്ഷെ നമ്മൾ എപ്പോഴും ചോദിക്കും ഷാനവാസ് ഓക്കെയാണോ. ആ ജഡ്ജ്മെന്റ് ഷാനവാസിന് ഷാർപ്പായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു ആക്ടർ, വിജയൻ നല്ലൊരു ആക്ടർ ആയതുകൊണ്ട് നമ്മളോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റി. ഇപ്പൊ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഒരു പുതിയ സംവിധായകനാണല്ലോ, പുതിയ സംവിധായകന്റെ ഒപ്പം വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, പക്ഷെ എങ്ങനെയായിരുന്നു? നമുക്ക് ഷാനവാസ്ക്ക് അങ്ങനെ ഒരു എന്തോ ഒരു പ്രത്യേകിച്ച് പറയാനല്ല, എന്താ പറയാ, അതൊരു ഷാനവാസ്ക്ക് ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത് നമ്മളിൽ നിന്നുള്ള നല്ലതെടുത്ത് അത് അവിടെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ച്, അതായിരുന്നു ആക്ച്വലി ഷാനവാസ്ക്ക് ചെയ്തെന്ന് തോന്നുന്നത്. നമ്മൾ ചെയ്ത എല്ലാം എടുത്ത് ഉപയോഗിക്കണതിലപ്പുറം നമ്മളിലുള്ള നല്ല അത് മനസ്സിലാക്കാനുള്ള ഇത് ഷാനവാസ്ക്ക് ഭയങ്കര ജഡ്ജ്മെന്റ് ഭയങ്കര കറക്റ്റ് ആയിട്ടുണ്ട്. എന്താണ് സിനിമയിൽ വേണ്ടതെന്നുള്ള ഒരു നല്ലൊരു ഐഡിയ ഉണ്ട് ഷാനവാസ്ക്ക്. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു നല്ല ക്യാമറ സുരേഷ് ഏട്ടനെ പറയാതിരിക്കാൻ കഴിയും. ഈ മറ്റേ ആളുകൾ ഇത് പറയില്ലേ, അതായത് പുതിയ സംവിധായകൻ എന്ന് പറയുമ്പോഴും നമ്മളൊന്ന് എൻഷുർ ചെയ്യേണ്ടത് നമുക്ക് സ്ട്രോങ് ടെക്നിക്കൽ ടീം ഉണ്ട്. സത്യം.
അതാണ് പലരും പറഞ്ഞത്, ഇതൊരു ആദ്യത്തെ ഒരു ഡയറക്ടറിന്റെ പടമായിട്ട് തോന്നി എന്നാണ് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുരേഷ് ഏട്ടൻ ക്യാമറമാൻ, വിജയേട്ടൻ, ഷാനവാസ് കാട് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് വെച്ചാൽ കുറേ നാൾ പടത്തിൽ ഇപ്പോൾ രാജീവ് സാറിൻ്റെ കൂടെ അല്ലാണ്ടും കുറേ ഇൻഡിപെൻഡൻറ്റ് പടങ്ങളും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു സിനിമ എങ്ങനെ വരണമെന്ന്. വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എന്നോട് കഥ പറഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ആവുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരു ഓഫ് ബീറ്റ് മൂഡ്, ഇപ്പോൾ ഒന്നൊരു മൂഡായിരുന്നു ഇത്. പക്ഷേ ഇതിന്റെ റിയലിസം ഒട്ടും കളയാണ്ട് തന്നെ ആൾക്കാരെ ബോറടിപ്പിക്കാണ്ട് ഈ പടം ഇപ്പോൾ ഉണ്ട്. അതൊരു മാജിക്കൽ പ്രോസസ്സാണ്. അത് ആൾക്കാർ കൈയടിക്കുന്നുണ്ട്, അതിനെ ഒരുപാട് നല്ലൊരു സ്വീകരിച്ചു. അവസാനം വരെ കൈയടിയുണ്ട്. സ്റ്റാൻഡിങ് ഓവേഷൻ ആണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ സിനിമ മുഴുവൻ കഴിഞ്ഞിട്ട് കൈയടിക്കുന്നുണ്ട്. അത് എന്നൊക്കെ വെച്ചാൽ നമ്മൾ ഒരു കാലത്ത് എക്സ്പെക്ട് ചെയ്തല്ല, പക്ഷെ അത് അങ്ങനെ ഇപ്പൊ സംഭവിച്ച എന്താ അടിപൊളിയായിട്ട് ഇരിക്കട്ടെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ ഉണ്ട് കേട്ടോ, നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോഴും ഏറ്റവും വലിയ സ്ട്രെങ്ത് 2 പേരുകളാണ്. രാജീവന്റെ ഒരു പേരും ലാൽ ജോസ് സാറിന്റെ ഒരു പേരും. പിന്നെ എനിക്ക് തോന്നുന്നു ലാൽ ജോസ് സാർ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ എല്ലാ ആളുകളുടെയും ഒരു ക്വസ്റ്റനാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ സാധനം വിൽക്കുമ്പോൾ നമ്മൾ പ്രൊമോഷനിൽ ആഞ്ഞു പറഞ്ഞൊരു സാധനമാണ്. അത് രാജീവ് ഏട്ടൻ ഇപ്പൊ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പുള്ളി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പുള്ളിക്ക് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടാവില്ലേ, പുള്ളി ഒന്നും കാണാൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യില്ല. പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ലാൽ ജോസ് സാറ് എന്താ പറയാ മലയാളത്തിലെ ഏറ്റവും മെയിൻ സ്ട്രീം സിനിമകളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഡിസ്ട്രിബ്യൂഷൻ വലിയൊരു ഡയറക്ടറാണല്ലോ, വലിയൊരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞപ്പോ നമുക്കും പ്രതീക്ഷ വന്നിരുന്നു കേട്ടോ കാര്യമായിട്ട്. സത്യം. ഇപ്പൊ എന്താ പറയാ, രാജീവ് സാറിന്റെ ഒരു പേര് വെച്ചിട്ട് ആക്ച്വലി നമുക്കത് എന്താ ആൾക്കാര് നമ്മുടെ പടത്തിലേക്ക് അഭിനയിക്കാൻ വന്നത്, അല്ലെങ്കിൽ അഭിനയിക്കാൻ കുറെ പേരൊക്കെ വന്നത് എനിക്ക് തോന്നുന്നു രാജീവ് സാറിന്റെ പ്രൊഡക്ഷന്റെ ആ ബാനറും ശരിക്കും 100%. പിന്നെ നമുക്ക് കുറെ എന്താ ഈസി ആയത്, ഷൂട്ടിംഗ് സമയത്ത് ഒരു ഈസിനെസ് ഉണ്ടായത് രാജീവ് സാറിന്റെ ഒരു ഇത് കാരണമായിരുന്നു. പിന്നെ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നാളും വെയിറ്റ് ചെയ്യണതാണ് എങ്ങനെ ഈ തിയേറ്റർ കാര്യം. രാജീവ് സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പറഞ്ഞപ്പോൾ എനിക്ക് കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നിയെന്ന് വെച്ചാൽ, എനിക്ക് വേണേൽ ഇപ്പം ഇറക്കാം സിനിമ, പക്ഷേ എനിക്കറിയില്ല ഈ തിയേറ്ററിലെ അവരുടെ കുറെ ഇന്നർ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതെനിക്കറിയില്ല, അതെനിക്കെന്താണെന്ന് അറിയില്ല. രാജീവ് സാറും തന്നെ പറഞ്ഞു, എനിക്കത് അറിയില്ല. ഒരു സ്ട്രോങ് ഡിസ്ട്രിബ്യൂട്ടർ നമ്മുടെ പടം ഇറക്കാതെ നമുക്ക് തിയേറ്ററിൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല ഷെയ്ൻ. അതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു രാജീവ് സാറിന്റെ ആ ഒരു എന്താണ് ഉള്ളിൽ നമ്മളുടെ ഈ സിനിമ നന്നാവണമെന്നുള്ള അത്രയധികം ആഗ്രഹമാണ് ആക്ച്വലി. ഞാൻ അന്നത്തെ ദിവസം ഭയങ്കര ഇമോഷണലായി പോയി. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പുതിയ ഡയറക്ടർ അല്ലെങ്കിൽ പുതിയ ആക്ടർ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ചെറിയ കഥ ഒന്നുമില്ല, അതൊരു സിനിമ, ആ കഥ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ആക്ച്വലി രാജീവ് സാറിന്റെ എന്താ ഉള്ളിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇപ്പൊ LJ വന്ന് കണ്ടു, അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ 3-4 ദിവസം പിന്നെയും വെയിറ്റ് ചെയ്തു. അന്ന് ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. പക്ഷെ അതില് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം വളരെ നന്നായി, ഇത്രയും ഗ്യാപ്പ് ഉണ്ടായത്. എഡിറ്റ് ചെയ്തു, കുറെ തവണ എഡിറ്റ് ചെയ്തു, അവര് സീൻസ് റീഓർഡർ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്ത് ലാസ്റ്റ് തിയേറ്ററിൽ എത്തി.